ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എന്തൊരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ സരയുനിട്ട് പോലീസുകാരനിട്ട് ഭയങ്കരമായിട്ട് വഴക്കുറയും SP. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവന് ശിക്ഷയിൽ ഇളവ് കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാൽ നിനക്കത് കിട്ടാൻ നിന്റെ അച്ഛൻ അത് കിട്ടാൻ സാധ്യതയില്ല. അയാൾക്ക് ഇനി മുടി നരച്ചാലും താടി നരച്ചാലും ജയിലിനകത്ത് തന്നെ കിടക്കേണ്ടി വരും. മനസ്സിലായല്ലോ? അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി ജീവിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. കിരൺ സാറും ചന്ദ്രസേനൻ സാറും ഒക്കെയാണ് ഇപ്പൊ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നതെന്ന് അറിയാം. അതുകൊണ്ടാണ് നിന്നോട് ഇത്രയും മര്യാദയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ മനോഹരനെ കൊല്ലാൻ നോക്കിയതിന്റെ പേരിൽ, അതിന് നിന്റെ അച്ഛനെ പ്രേരിപ്പിച്ചതിന്റെ പേരിൽ നിന്നെ എടുത്ത് അകത്തിടേണ്ടി വന്നാലും ഞാൻ അത് ചെയ്യും. മനസ്സിലായല്ലോ? അത് കേട്ടതും സരയുവാണെങ്കിൽ, സർ ഇല്ല സർ, ഞാൻ ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല. അങ്ങനെയൊന്നും ചെയ്യില്ല എന്നാണെങ്കിൽ പൊയ്ക്കോ. അതല്ല, അങ്ങനെ വല്ലതും ചെയ്യാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ പിന്നെ അറിയാലോ പോലീസുകാരുടെ സ്വഭാവം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ആശുപത്രി കിടക്കുന്ന മനോഹർ കുഴപ്പക്കാരനാണ്. അവനെ നിന്റെ ഭർത്താവായിട്ട് അധികം നാള് ജീവിക്കാൻ പറ്റിയില്ല. നീ അവനൊരു ഫ്രോഡാണെന്ന് തിരിച്ചറിഞ്ഞു. അവൻ പല പെൺകുട്ടികളെയും ചതിച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ, സമ്മതിച്ചു. എന്നാ അവൻ ഇപ്പൊ മാറി ജീവിക്കാൻ തുടങ്ങി. അവന്റെ സ്വഭാവം മാറി തുടങ്ങി. ജയിലിൽ കിടക്കുന്നവന്റെ സ്വഭാവവും മാറി, മനസ്സും മാറി. അങ്ങനെയുള്ളപ്പോ ഒരാൾ നന്നാവാൻ ശ്രമിച്ചാൽ അവരെ നമ്മൾ സ്നേഹിക്കുക വേണ്ടത്, അല്ലാതെ കൊല്ലാൻ നോക്കുമല്ല. ഒരു കാര്യം ഞാൻ പറയാം, നിനക്കിപ്പോ വയസ്സധികമൊന്നും ആയിട്ടില്ലല്ലോ. നല്ലൊരു കല്യാണം കഴിച്ച് നല്ല അന്തസ്സായിട്ട് ജീവിക്ക്. നിന്നെ സ്നേഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ നോക്കി കണ്ടുപിടിക്ക്. വേണ്ട സാർ, എനിക്കിനി അങ്ങനെ ഒരു കല്യാണം വേണ്ട. എൻ്റെ മോളെ ഇപ്പൊ നന്നായിട്ട് നോക്കാൻ കിരണും ചന്ദ്രസേനൻ സാറും ഒക്കെ ഉണ്ട്. അവരൊക്കെ തന്നെ ധാരാളം. എനിക്കിനി എൻ്റെ മോൾക്കൊരു അച്ഛൻ വേണമെന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് സരയു ദേഷ്യപ്പെട്ടങ്ങ് പോവുക. ഈ സമയം എൻ്റെ സാറേ, അവളുടെ പോക്ക് കാണുമ്പോൾ തന്നെ അറിയാം, കലിയും കയറിയുള്ള പോക്ക. ഇനി നേരെ ഹോസ്പിറ്റലിൽ ചെന്ന് ആ മനോഹറിനെ എന്തെങ്കിലും ചെയ്യുമെന്ന് അറിയില്ല. മനോഹർ ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞപ്പോ തന്നെ അവള് ഭയങ്കര സന്തോഷത്തിലാ എന്നൊക്കെ പറയാ. അത് കേട്ടതും, അതെനിക്കും അറിയാം, അവളെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വെറുതെ വിടില്ല. അവളെ പിടിച്ചെടുത്ത് അകത്തിടും. പിന്നെ അച്ഛനും മോളും ജീവിതകാലം മുഴുവനും അഴിയെണ്ണേണ്ടി വരും. പാവ മനോഹർ, അവനെ കൊല്ലാൻ വേണ്ടി പണിയായുധം വെച്ച് അവൻ തലക്കെട്ടടിച്ചത്. അവൻ ഇനി ഇവിടെ ഈ ജയിലിലിടാൻ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ SP ഇങ്ങനെ ഇരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് സരയുവിനെയാണ്. സരയു ഹോസ്പിറ്റലിന്റെ വാതിക്കലെത്തി. അതെ, നിക്ക്, ആരാ? അകത്ത് കിടക്കുന്ന ആളുടെ ഭാര്യയാണ് സർ. എനിക്ക് എൻ്റെ ഭർത്താവിനെ കാണണം. അദ്ദേഹത്തിന് എന്താ പറ്റിയ? ഡോക്ടർ വരട്ടെ, എന്നിട്ട് കാണാം എന്നും പോലീസുകാരൻ. അത് കേട്ടതും നമ്മുടെ സരയു, ഇതെന്തൊരു ന്യായ? അകത്ത് കിടക്കുന്ന എൻ്റെ ഭർത്താവിനെ കാണാൻ അദ്ദേഹത്തിന്റെ ഭാര്യയായ എനിക്ക് അധികാരമില്ലേ? നീ ഇപ്പൊ അവന്റെ ഭർത്താവല്ല, ഭാര്യയല്ലല്ലോ. അവൻ നിന്റെ ഭർത്താവും അല്ല. അങ്ങനെയുള്ളപ്പോ കാണണോ വേണ്ടിയൊന്നും ഞങ്ങൾ ആലോചിക്കട്ടെ. അതുമല്ല, ഞങ്ങൾക്ക് അങ്ങനെ കടത്തിവിടാനുള്ള അനുവാദവും ഇല്ല. മുകളിൽ നിന്ന് ഓർഡർ ഉള്ളതാ, ആര് വന്നാലും കടത്തി വിടരുതെന്ന്. അതുകൊണ്ട് ഇപ്പൊ കടത്തിവിടാൻ പറ്റില്ല. ഇത് എന്തൊരു അന്യായ! എന്റെ ഭർത്താവിനെ കാണാൻ ഓടി വന്നതാ. കാര്യമൊക്കെ ശരി തന്നെയാ. അവനെ എനിക്ക് ആദ്യം വെറുപ്പായിരുന്നു. പക്ഷെ മരിക്കാനായിട്ട് കിടക്കുകയാണെന്ന് അറിഞ്ഞതുകൊണ്ട് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് വന്നതാ എന്നൊക്കെ പറയാം. അപ്പൊ ഡോക്ടർ വരിക. എന്താ ഇവിടെ ഒച്ചപ്പാട്? സാർ, അത് പിന്നെ അകത്ത് കിടക്കുന്നത് എൻ്റെ ഭർത്താവാണ് സാർ. എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. ഇപ്പൊ നിങ്ങളുടെ ഭർത്താവല്ലല്ലോ, അതുകൊണ്ട് കാണണ്ട. ഇപ്പോ ആരെയും കടത്തിവിടാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഡോക്ടർ അങ്ങ് പോവുക. ഞാൻ പറയാതെ ഇവര് ആരെ അകത്ത് കയറ്റി വിടരുതെന്ന് പറഞ്ഞോണ്ടാ ഡോക്ടർ പോയത്. കേട്ടല്ലോ, ഡോക്ടർ പറയാതെ ആരെയും അകത്ത് കയറ്റി വിടാൻ പറ്റില്ല. അതുകൊണ്ട് കുട്ടി പോകാൻ നോക്കും. ഇത് വല്ലാത്തൊരു കഷ്ടമാ. ഞാൻ എൻ്റെ ഭർത്താവിനെ കാണാൻ ഓടി വന്നതാ. ആ സമയത്ത് എൻ്റെ ഭർത്താവിനെ കാണാൻ എന്നെ അനുവദിക്കാത്തത് വലിയ ചതിയാട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരയു ആലോചിക്കുക. എങ്ങനെയെങ്കിലും അവനെ കണ്ടേ പറ്റൂ. ഹോസ്പിറ്റലിൽ കിടക്കുന്ന അവനെ ശ്വാസം മുട്ടിച്ച് കൊല്ലണം. അതിനെന്താ ഒരു വഴി? ഡോക്ടറിന്റെ മുന്നിൽ ചെന്ന് അഭിനയിക്കാം. കരഞ്ഞ് കാലും കൈയും പിടിച്ച ഉറപ്പായിട്ടും അയാൾ വിശ്വസിക്കും എന്നും ആലോചിച്ചുകൊണ്ട് സരയു നേരെ അങ്ങോട്ട് പോവുക. എന്തിനാ വന്നത്? സർ, ഞാൻ പറഞ്ഞല്ലോ, അകത്ത് കിടക്കുന്ന എൻ്റെ ഭർത്താവിനെ ഒന്ന് കാണാനുള്ള കൊതി കൊണ്ട് വന്നതാ. എൻ്റെ കൊച്ചേ, എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം. നീ മെന്റലൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ കിടന്നതല്ലേ? അത് മാത്രമല്ല, നീ ഇവിടെ വന്നിട്ടുമുണ്ട്. അന്നൊരിക്കൽ മനോഹറിന്റെ തലതല്ലി ഓടിച്ചത് നീയാ. തലതല്ലി തകർത്തിട്ട് അവൻ ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടിയെ കാണിക്കാൻ പറ്റില്ല. ഭർത്താവാണെന്ന് പറഞ്ഞ് നുണയം പറഞ്ഞ് വന്നിരിക്കുക. ഭർത്താവാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഇപ്പൊ നിനക്ക് അവനോട് തീരെ കൂറില്ല എന്നറിയാം. അതുകൊണ്ട് ICU കിടക്കുന്ന ആളെ കൊല്ലാൻ വേണ്ടിയാണെങ്കിൽ നീ വേഷം വന്നിരിക്കുന്നത്. വേഷം മാറി മുഖം മൂടി അണിഞ്ഞ ആട്ടിൻതോലിട്ട ചെന്നായ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്തായാലും ഞാനിപ്പോ ശരിക്കും കണ്ടു. എൻ്റെ സാറേ, നിങ്ങൾ എന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തെ? അയാൾ മരിക്കാൻ പോവെന്നറിഞ്ഞോ?
എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ കാണാനുള്ള അർഹത എനിക്കില്ലേ? ഉണ്ട്. ഞങ്ങൾക്ക് നിന്നെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് നിന്നെ തീർച്ചയായിട്ടും കടത്തി വിടില്ല. നീ മനോഹരനെ കൊല്ലാനാണ് വരുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഡോക്ടർ ആണെങ്കിൽ സമ്മതിക്കാതെ ഇങ്ങനെ നിൽക്കുക. സാറേ, ഞാൻ പറഞ്ഞല്ലോ, എനിക്കിപ്പോൾ മനോഹരനോട് ദേഷ്യമൊന്നുമില്ല. ദേഷ്യം ഉണ്ടെങ്കിലും അതൊക്കെ മാറി സാറേ. ഞാനൊന്ന് കണ്ടേച്ച് പോയിക്കോളാം ഡോക്ടറെ. എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനല്ലേ. വേണ്ട, ഇപ്പൊ ഇയാൾ ആരെയും കാണണ്ട, അതിന് ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ കടുത്ത വാശി പിടിക്കുക. ദേ, ഒരു കാര്യം ഞാൻ പറയാം, മര്യാദയ്ക്ക് പോകാൻ നോക്കൂട്ടി, ഇല്ലെങ്കിൽ എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ ദേഷ്യപ്പെടുക. എങ്ങനെയെങ്കിലും ഇവിടെ കയറി വന്ന് ഞാൻ അവനെ തീർത്തിരിക്കും. ഇതെന്റെ വാശിയാ, വാശി. ഈ വാശി ഒരിക്കലും അവസാനിക്കില്ല. എന്തെങ്കിലും ഒരു വേഷത്തിൽ വന്ന് ഞാൻ അവനെ കണ്ട് കൊന്നിരിക്കും എന്നും ആലോചിച്ചുകൊണ്ട് സരയും ഇങ്ങനെ നിൽക്കുവാണ്. എന്നിട്ട് സരയോടെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ എന്താ ആലോചിക്കുന്നേ? എങ്ങനെ ഐസിയുവിനകത്ത് കയറാന്നായിരിക്കും. നടക്കില്ല മോളെ, സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ ദേഷ്യപ്പെടുക. ഈ സമയം സരയെ എഴുന്നേറ്റ് പോയി. സരയെ പോയി കഴിഞ്ഞതും നമ്മൾ ഡോക്ടർ ആലോചിക്കുക, കൊല്ലാൻ വേണ്ടി വന്നിരിക്കുക മനഃപൂർവ്വം, വെറുതെ വിടരുത് പറ്റുകളെന്നും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഡോക്ടർ ഇരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്ന കിരണിനെയാണ്. കിരൺ ഓരോ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ കിരൺ എന്നും പറഞ്ഞ് സരയുവിൻ്റെ വിളി. എന്താ സരയു? സംഭവിച്ചടാ, സംഭവിച്ചു. അവസാനം ഞാൻ ആഗ്രഹിച്ചതുപോലെ സംഭവിച്ചു. എന്ത്? ഞാൻ ഇന്ന് ജയിലിൽ പോയത് അച്ഛനെ കാണാനാ. ആ സമയത്ത് പോലീസുകാരെന്നെ അച്ഛനെ കാണാൻ അനുവദിച്ചില്ല. പക്ഷെ മറ്റൊരു സന്തോഷ വാർത്ത അവരെന്നോട് പറഞ്ഞു. എന്താ അത്? തലയ്ക്കടിച്ചു കിരൺ, തലയ്ക്കടിച്ചു. ആ മനോഹരന്റെ തലയ്ക്ക് എൻ്റെ അച്ഛനെ അടിച്ചു. ഇപ്പൊ അവൻ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുക. ആ സമയത്ത് എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷായി. എന്താ സരയു നീ പറയുന്നേ? എന്താ നീ ഞെട്ടിയത്? അത് കേട്ടപ്പോൾ നീ എന്തിനാടാ ഞെട്ടിയത്? എടാ, എന്തിനാ ഞെട്ടിയെന്ന്? അത് പിന്നെ സരയു പെട്ടെന്ന് അത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. അല്ല, എന്നിട്ട് മനോഹരൻ എന്താ പറ്റി? മനോഹരൻ എന്ത് പറ്റിയെന്നാ? അവൻ മരണത്തോട് മല്ലടിച്ച് ഐസിയുല. അവനെ കാണാൻ ഞാൻ പോയിരുന്നു. പക്ഷെ ഡോക്ടർമാർ എന്നെ കയറ്റി വിടുന്നില്ല, അങ്ങോട്ടേക്ക് കയറ്റി വിടുന്നില്ല. കയറ്റി വിട്ടിരുന്നെങ്കിൽ ഞാൻ അവനെ കൊന്നിട്ട് വന്നാനായിരുന്നു. എന്നെ അവരെ ആരും കയറ്റി വിടുന്നില്ല. കിരൺ, എന്നെ ഒന്ന് സഹായിക്കണം. എന്താ സരയു ഇത്? നീ ഒന്ന് സൈലന്റ് ആക്. എന്താ വേണ്ടത്? നീ ഒന്ന് സമാധാനിക്ക്. അവൻ മരിക്കണം. ഗംഗാപ്രസാദിനേക്കാൾ ക്രിമിനൽ അവൻ ഈ ലോകത്ത് ജീവിച്ചിരുന്ന അതിന്റെ നാണക്കേട് എൻ്റെ മോൾക്ക. ഭയങ്കര ക്രൂര മനസ്സുള്ളവനാ അവൻ. ഈ ജന്മം നന്നാവില്ല കിരൺ. അതുകൊണ്ട് അവനെ കൊല്ലാൻ നീ എന്നെ സഹായിക്കണം. അവനെ കൊന്നു തരണം കിരൺ. നീ ആ ഹോസ്പിറ്റലുമായിട്ട് നല്ല ബന്ധമുള്ള കൂട്ടത്തിലല്ലേ? അതുകൊണ്ട് നീ ചെന്ന് അവനെ കൊല്ലണം. എനിക്ക് കൊന്നു തരണം. ഗംഗാപ്രസാദിനെ കണ്ടുപിടിക്കാൻ സഹായിച്ച, അവനെ കൊല്ലാൻ സഹായിച്ച, മനോഹരനെ കൊല്ലാൻ എന്നെ സഹായിക്കാന്ന് നീ എനിക്ക് വാക്ക് തന്നതാ. ആ വാക്ക് നീ പാലിക്കണം. സരയു കിരൺ പ്ലീസ് എന്നെ സഹായിക്ക് കിരൺ. എന്താ സരയു ഇത്? നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ടെൻഷൻ ആകുന്നേ? ഞാനൊന്ന് നോക്കട്ടെ, എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഞാൻ ചെയ്യാം എന്നും കിരൺ പറയാ. എന്തായാലും എനിക്ക് നിന്നെ വിശ്വാസം. ഞാൻ നിന്നെ വിശ്വസിക്കുക. എന്നെ നീ സങ്കടപ്പെടുത്തില്ല എന്നറിയാം. ഇത്രയും നാളും എൻ്റെ അച്ഛന് വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അച്ഛൻ എനിക്ക് വേണ്ടി എല്ലാം ചെയ്തത്. ഇപ്പോഴും മനോഹരന്റെ തലയ്ക്കടിച്ചതും എനിക്ക് വേണ്ടിയാ. നീ നിന്റെ അച്ഛൻ്റെ കാര്യമൊന്നും എന്നോട് പറയേണ്ട സരയോ. എനിക്കറിയാം അച്ഛൻ്റെ കാര്യം പറയുന്നത് നിനക്ക് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ പറയുക, അച്ഛനെ ഇന്ന് എനിക്ക് വേണ്ടി അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ബാക്കി ഇത്തിരിയുള്ള അവൻ്റെ ആയുസ്സും കൂടെ എനിക്ക് എടുക്കണം. അതിന് നീ എന്നെ സഹായിച്ചേ പറ്റൂ കിരൺ എന്നും പറഞ്ഞുകൊണ്ട് സരയു ആകെ ഭ്രാന്ത് പിടിച്ച പോലെ കാണിക്കുക. സരയു, നീ സൈലന്റ് ആവ്. നിന്റെ അച്ഛൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിന്റെ അമ്മയെ ചതിച്ചതല്ലേ? ആ പാവത്തിനെ ഒരുപാട് കാലം വേദനിപ്പിച്ചതല്ലേ? ആ പാവം നൊന്ത് പ്രസവിച്ച് നിന്നെ എടുത്ത് മാറ്റിയവൻ അയാൾക്ക് കിട്ടാനുള്ള ശിക്ഷ ഇനിയും ഒരുപാടാ. അതൊക്കെ എനിക്ക് അറിയാം കിരൺ. പക്ഷെ എന്തൊക്കെയായാലും എനിക്ക് മനോഹരനെ കൊന്നാലേ സമാധാനം കിട്ടും. ഗംഗാപ്രസാദിനേക്കാൾ അപകടകാരിയായ അവൻ മരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് സരയു നിൽക്കുക. ശരി, എന്തായാലും ഞാൻ ചെന്ന് അവനെ ഒന്ന് കാണട്ടെ. അവിടെ ചെന്ന് എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഞാൻ ചെയ്തോളാം. അതിനു മുമ്പ് നീ ആയിട്ട് തീരുമാനങ്ങളൊന്നും എടുക്കരുത്. ഇല്ല, നിന്നെ എനിക്ക് വിശ്വാസം ഉള്ളതുകൊണ്ട് ഞാനായിട്ട് ഒരു തീരുമാനം എടുക്കില്ല. അതുകൊണ്ട് എന്തായാലും ഞാനിപ്പോൾ പോവുക. നീ ഒരു നല്ല തീരുമാനം തന്നെ എടുക്കണം. ഈ സമയമാണെങ്കിൽ നമ്മുടെ കിരൺ ഈ കാര്യം ഹരിയേട്ടനോട് പറയാ. എൻ്റെ കിരൺ സാറേ, ഈ സമയത്ത് വല്ല അബദ്ധത്തിലൊന്നും പോയി ചാടണ്ട. ഇപ്പം തന്നെ ആ ഗംഗാപ്രസാദിനെ കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസുകാരൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അവർക്കൊക്കെ ഉത്തരം കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ ഇനി വേറൊരു കൊലയും കൂടെ ചെയ്ത് സാറ് വെറുതെ കുടുങ്ങണ്ട. സരയുടെ ദേഷ്യവും വാശിയും ഒക്കെ നമുക്കറിയാം. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ അവളെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുന്നത് ശരിയല്ല. മനോഹർ ഇപ്പം മാറി, സരയു മാറിയതുപോലെ തന്നെ അവന് നല്ല മാറ്റമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ചെറുപ്പക്കാരനെ കൊന്നിട്ട് ഇനി നമുക്കൊന്നും കിട്ടാനില്ല.
അറിയാം ഹരിയേട്ടാ, പക്ഷെ അത് സരയു കേൾക്കുന്നില്ലല്ലോ. എങ്ങനെയെങ്കിലും അവൻ മരിച്ചാലേ സരയുവിന് സമാധാനമാവും. അവനെ കൊന്നു അവൾക്ക് സന്തോഷം കിട്ടും. അങ്ങനെ ഒരു ഭർത്താവും അങ്ങനെ ഒരു അച്ഛനും ലോകത്ത് ജീവിച്ചിരിക്കുന്നതായിട്ട് അവൾക്ക് ഇനി അങ്ങനെ ഒരാൾക്കാർ വേണ്ട എന്നാ പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ ഹരിയേട്ടാ? എൻ്റെ കിരൺ സാറേ, അവൾ പറയുന്നത് കേട്ട് ഒന്നും എടുത്ത് ചാടണ്ട. അവള് സമനില തെറ്റി നടക്കുന്ന കുട്ടിയാ. ഇപ്പൊ അവൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും മനോഹറിന്റെ കാര്യം വരുമ്പോ എങ്ങനെയെങ്കിലും അവളുടെ സമനില തെറ്റും. അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ശരി, ദേ ഞാൻ പറയുന്നത് സാറങ്ങ് കേട്ടാ മതി. സാർ എന്തായാലും ഇനി മനോഹറിനെ കൊല്ലാനൊന്നും പോകണ്ട. ഇല്ല ഹരിയേട്ടാ, ഞാൻ പോവില്ല. പക്ഷേ എന്തൊക്കെയായാലും സരയുവിന് നല്ല വിശ്വാസമുണ്ട് തന്നെ. അതുകൊണ്ട് സരയു ഞാൻ അവനെ കൊന്നു കൊടുക്കുമെന്ന് വിചാരിച്ചിരിക്കുക. എൻ്റെ സാറേ, ഒരാളെ കൊല്ലുന്നത് അത്ര നിസ്സാരമുള്ള കാര്യമാണോ? അവള് അത് കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കുന്നത് നല്ലതാണോ? അല്ല. അങ്ങനെയുള്ളപ്പോൾ അവള് വേഷം മാറി ഹോസ്പിറ്റലിലേക്ക് പോവാം. അതുകൊണ്ട് സാറ് ചെന്ന് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരോട് പറയും എന്തൊക്കെ സംഭവിച്ചാലും സരയുവിനെ അകത്തേക്ക് കയറ്റി വിടരുതെന്ന്. മനോഹർ ഇപ്പം നന്നായി ജീവിക്കുന്നുണ്ട്. അവനിപ്പോൾ നല്ല മാറ്റമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ മോളെക്കുറിച്ച് പറയുന്നുണ്ട്. മോളെ കാണാനുള്ള ആഗ്രഹവും അവനുണ്ട്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ഇനി മനോഹർ മരിക്കരുത്. ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നവൻ നല്ലവനായി മാറിക്കഴിഞ്ഞിരിക്കുക. അതുകൊണ്ട് തന്നെ അവൻ്റെ മാറ്റം നമ്മളെല്ലാവരും അവനെ സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. അതുകൊണ്ട് സാറ് ഡോക്ടറെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറ. ശരിയാ ഹരിയേട്ടാ, ഞാൻ എന്തായാലും ഇപ്പം അങ്ങോട്ട് പോവുക. അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ഡോക്ടറിനെ ബോധ്യപ്പെടുത്തി കൊടുക്കാം. സരി വന്ന അങ്ങോട്ടേക്ക് കയറ്റണ്ടെന്ന് പറയാം. അല്ലേ ഹരിയേട്ടാ? ശരിയാ സാറേ, സാറ് പോയിട്ട് വാ എന്നും പറയാ. അത് കേട്ടതും കിരൺ അങ്ങോട്ട് പോവുക. കിരൺ പോയി കഴിഞ്ഞതും നമ്മുടെ രതീഷും ബൈജും എന്നാലും സരയുവിൻ്റെ മനസ്സിൽ ദേഷ്യവും വാശിയും കണ്ടോ അല്ലളിയ? എന്തൊക്കെയാ പറയുന്നേ? അവനെ കൊല്ലണമെന്ന് ICUല് സീരിയസ് ആയിട്ട് കിടക്കുക. എന്നിട്ട് പോലും അവനെ കൊല്ലാനുള്ള സരയുവിൻ്റെ വെറി. എടാ, എന്ത് ചെയ്യാനാ? പെണ്ണിൻ്റെ ദേഷ്യവും വാശിയും വൈരാഗ്യവും ഒരിക്കലും മാറില്ല. കാരണം ഒരു പെണ്ണിനെ ഒരുത്തൻ ചതിച്ചാൽ ആ ദേഷ്യം ആ വൈരാഗ്യം എന്നും മനസ്സിൽ കിടക്കും. മരിച്ച് മണ്ണടിഞ്ഞാലും അവരുടെ ആ ഒരു വൈരാഗ്യം മാറില്ല. പകയും പ്രതികാരവുമായി വലിയ ആത്മാക്കളൊക്കെ ആയിട്ട് ഉയർത്തെഴുന്നേക്കാറില്ലേ? അതൊക്കെ സിനിമയിൽ മാത്രമല്ല, ശരിക്കും ഉണ്ട്. ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾക്ക് വൈരാഗ്യം കൂടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക. ഈ സമയം കിരണിനെയാണ് കാണിക്കുന്നത്. ഡോക്ടർ, ഞാൻ കിരൺ. എനിക്കറിയാലോ സാറേ, സാറിനെ അറിയാം, സാറിൻ്റെ അച്ഛനെ അറിയാം. വന്നിരിക്കും. എന്താ സാറേ, എങ്ങനെയുണ്ട് മനോഹറിൻ്റെ അവസ്ഥ? വല്ലാത്ത കഷ്ടമാണ് സാറേ. ഇടയ്ക്ക് ബോധം വന്നെങ്കിലും രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണ്. പണിയായുധം കൊണ്ടാണ് തലക്കടിച്ചിരിക്കുന്നത്. തലയുടെ എല്ലും കൂടി വരെ തകർത്ത അവസ്ഥയാണ്. ഞാനത് അയാളുടെ എക്സ്റേയാണ് നോക്കിക്കൊണ്ടിരുന്നത്. സാറേ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നത്. എന്താ ഡോക്ടർ? അല്ല, എന്താ കിരൺ? അത് പിന്നെ സരയു ഇവിടെ വന്നായിരുന്നു. ആ കുട്ടി വന്നായിരുന്നു. അയാളെ കാണണമെന്ന് പറഞ്ഞു ഒരേ ഭാഷയായിരുന്നു. പക്ഷെ ഞാൻ കയറ്റി വിട്ടില്ല. എനിക്കറിയാലോ ആ കുട്ടി എന്തിനാ വരുന്നതെന്നും. ഒരു കാരണവശാലും അവളെ അകത്തേക്ക് കയറ്റി വിടരുത് ഡോക്ടർ. കാരണം അവൾ അവനെ കൊല്ലാനാ വരുന്നത്. അവൾ എന്നോടും പറഞ്ഞു അവനെ എങ്ങനെയെങ്കിലും കൊന്നു തരണമെന്ന്. അവനെ രക്ഷിക്കണം. അവനിപ്പോൾ പഴയതുപോലെയല്ല. ഒരുപാട് പെൺകുട്ടികളെ ചതിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ അവൻ മാറിയിപ്പോൾ അവൻ്റെ മനസ്സിൽ ഒന്നുമില്ല സാറേ. അവനിപ്പോൾ തെറ്റുകളെല്ലാം മനസ്സിലാക്കി ജീവിക്കുക. അതെനിക്ക് മനസ്സിലായി. എന്തായാലും അയാളുടെ അടുത്തേക്ക് ഞാൻ ആരെയും കടത്തിവിടില്ല. എനിക്കൊന്ന് മനോഹറിനെ കാണാൻ പറ്റുമോ ഡോക്ടർ? അതിനെന്താ, പോയി കണ്ടോ. കിരൺ സാറ് കുഴപ്പക്കാരനൊന്നും അല്ലല്ലോ. അതുകൊണ്ട് കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ആരെയും കടത്തിവിടാതെ ഞാൻ നോക്കിക്കോളാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ കിരൺ സാർ, ഒരാൾ എത്ര കോമ സ്റ്റേജിലേക്ക് പോയാലും ഒരാളുടെ പേര് വിളിച്ച് പറയണമെങ്കിൽ ആ ആള് അയാളുടെ മനസ്സിനെ അത്രത്തോളം ഒരു ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ടാണ്. അയാള് അബോധാവസ്ഥയിൽ കിടക്കുമ്പോഴും കൺമണി മോളെ എന്നും പറഞ്ഞുകൊണ്ടാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ആ കൺമണി മോളെ ഒന്ന് കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റുമോ? അത് സരയു അതിന് സമ്മതിക്കില്ല ഡോക്ടർ. സാരമില്ല, ഞാൻ എങ്ങനെയും ശ്രമിക്കാം. ശരി, എന്നാൽ പിന്നെ കുഴപ്പമില്ല. എന്നാൽ ഞാൻ മനോഹറിനെ ഒന്ന് കണ്ടേച്ചു വരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ എഴുന്നേറ്റ് മനോഹറിൻ്റെ അടുത്തേക്ക് പോവുക. ഈ സമയം മനോഹർ അഡ്മിറ്റാണല്ലോ. മനോഹറിനെ കിരണിനെ കണ്ടതും സാറ് വന്നോ? സാർ, ഞാൻ ഒരുപാട് ലെറ്റർ അയച്ചിരുന്നു കൺമണി മോളെ ഒന്ന് കാണാൻ. എന്തായാലും എൻ്റെ ആയുസ് അടുത്തു. ഞാൻ മരിക്കാറായി സാർ. ഇനി എനിക്ക് ജീവിതമൊന്നുമില്ല. അതുകൊണ്ട് എൻ്റെ ആഗ്രഹം ഒന്ന് സാധിച്ചു തരാമോ? എൻ്റെ കൺമണി മോളെ എനിക്കൊന്ന് കാണണം, ഒരു നോക്ക് കാണണം. അത് കേട്ടതും കിരൺ തല കുലിച്ചു. എനിക്കറിയാം സാർ, സരയു അതിനെ വിലക്കിയിരിക്കുകയാണല്ലേ, അതെനിക്കറിയാം. എന്നാലും എങ്ങനെയെങ്കിലും അവളുടെ കണ്ണ് വെട്ടിച്ചെങ്കിലും ഞാനൊന്ന് കണ്ടോട്ടെ. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും ഏറ്റവും കൂടുതൽ അടുത്തതും കൺമണി മോളോടാ. അങ്ങനെയുള്ളപ്പോൾ അവളെ എനിക്കൊന്ന് കാണണം. ഞാൻ മരിക്കാൻ പോവല്ലേ കിരൺ സാറേ, ഞാനൊന്ന് കണ്ടോട്ടെ.
സാറേ ഈ ഗംഗാപ്രസാദ് മരിച്ചു എന്നുള്ളത് ഉള്ളതാണോ സാറേ? അത് കേട്ടതും അറിയില്ലടാ, അവൻ മരിച്ചിട്ടില്ലെങ്കിൽ വലിയ അപകടം സാറേ, നിങ്ങളൊക്കെ സൂക്ഷിക്കണം, എല്ലാവരും സൂക്ഷിക്കണം എന്നും പറയാ. അത് കേട്ടതും കിരണൊന്ന് ചിരിച്ചുകൊണ്ട് അവിടെ ഒന്ന് പോവുക. സാറേ എന്നും പറഞ്ഞ് മനോഹർ വിളിച്ചു. കൺമണി മോളെ എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുവരണേ സാറേ, കണ്ണടഞ്ഞു പോകുന്നതിന് മുമ്പ് ഒന്ന് അവളുടെ മുഖം കണ്ടിട്ട് ഞാൻ പോയിക്കോളാം എന്നും പറഞ്ഞ് മനോഹർ കരയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.